You have the answer. Just get quiet enough to hear it. The Dark Before the Dawn. എന്റെ പുസ്തകത്തിലെ വാക്കുകളാണിത്. കുറ്റവാളിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരുപാട് ഉത്തരങ്ങൾ ഒരു ക്രൈം സീനിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവാം. അത് കണ്ടെത്തുന്നതിലാണ് ഒരു ഫോറൻസിക് എക്സ്പെർട്ടിന്റെ ബ്രില്യൻസ്. കത്തിക്കരിഞ്ഞ നിലയിൽ കഷ്ണങ്ങളായി കാണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ശരീരം. എവിഡൻസ് ആയി ലഭിച്ചത് മണ്ണെണ്ണയും പാറയിൽ നിന്ന് കിട്ടിയ കുറച്ച് മഞ്ഞൾപ്പൊടിയും. എന്നാൽ കുറ്റവാളി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയും ഈ എവിഡൻസുകൾ തന്നെയാണ്. നമ്മളൊരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുമ്പോൾ സാധാരണയായി എവിഡൻസിന്റെ സോഴ്സസ് 3 സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങളിലാണ് നമുക്ക് എവിഡൻസിന് വേണ്ടി അന്വേഷിക്കേണ്ടത്. അതായത് ക്രൈം സീൻ, ബോഡി ഓഫ് ദി വിക്ടിം, സസ്പെക്ട് ആൻഡ് ഹിസ് എൻവയൺമെന്റ്. അതായത് കുറ്റകൃത്യം നടന്ന സ്ഥലം, വിക്ടിമിന് കുറ്റകൃത്യത്തിന് ഇരയായ ആളുടെ ശരീരം, സംശയിക്കുന്ന ആളും അയാളുടെ ചുറ്റുപാടുകളും. അപ്പോൾ ഇവിടെ ഈ സംശയിക്കുന്ന ആളും അയാളുടെ ചുറ്റുപാടുകളും എങ്ങനെ ആ ഒരു ക്രൈം കേസ് ക്രാക്ക് ചെയ്യാൻ സഹായകമാകും, എന്തൊക്കെ എവിഡൻസ് ആണ് അതിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ കേസ് സ്റ്റഡിയുടെ വിഷയം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സസ്പെക്ടിന്റെ എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈം നടന്നതിന് ശേഷം നമ്മൾ സാധാരണ എല്ലാവരും വിചാരിക്കും ഈ സസ്പെക്ടിന്റെ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സസ്പെക്ടിന്റെ വീടും പരിസരമാണെന്ന്. അതുണ്ട്, പക്ഷെ അത് മാത്രമല്ല. ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം ഒരു സസ്പെക്ട് ആയിട്ട് ഒരു വ്യക്തിയെ പിടിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യവും ഇയാളെ പിടിക്കുന്ന ആ സമയവും ആ ഇന്റർവെല്ലിനിടയിൽ അയാൾ എന്തെല്ലാം ചെയ്തു, എവിടെയൊക്കെ പോയി, ആരെല്ലാമായിട്ട് മീറ്റ് ചെയ്തു, തെളിവ് നശിപ്പിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് എടുത്തു, അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിക്കുമ്പോഴാണ് എവിടെയെങ്കിലും ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള വസ്തുക്കൾ കത്തിച്ചു കളഞ്ഞോ അതല്ലെങ്കിൽ കഴുകിക്കളഞ്ഞോ, അപ്പൊ ഇതെല്ലാം കേസിലേക്ക് ലിങ്ക് ചെയ്യുന്ന എവിഡൻസ് തരുന്ന പോയിന്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഏരിയയും സംശയിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആ സംശയിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ ഇന്നസെന്റ് ആണോ, അയാൾക്ക് ഈ കൃത്യമായിട്ട് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത്തരം ഒരു കേസ് സ്റ്റഡി ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അതായത് ഒരു കാട്ടിൽ ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം 3 സ്ഥലത്തായിട്ട്, ബോഡി പാർട്ട് 3 സ്ഥലത്തായിട്ട് കത്തിക്കരിഞ്ഞ നിലയിൽ കാണുകയാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ ഒരു മാംഗോ ഓർച്ചാർഡാണ്. അപ്പൊ അതിൽ ഒരു വലിയ പാറയുണ്ട്. ആ പാറയുടെ താഴെയായിട്ട് കത്തിക്കരിഞ്ഞ നിലയിൽ മെയിൻ ആയിട്ടുള്ള ബോഡി പാർട്ട് കാണുന്നുണ്ട്. വേറെ 2 സ്ഥലത്തും പിന്നെ ഈ കുട്ടിയുടെ കാലും മറ്റു ഭാഗങ്ങളും ഒക്കെ ആയിട്ട് കുറെ അകലെ 2 പാറകൾ തമ്മിൽ ചേരുന്ന ഭാഗത്തുള്ള ഒരു ചെറിയ ക്ലഫ്റ്റ്, വിടവ് പോലെയുള്ള ഒരു ഭാഗമുണ്ട്, അവിടെയുമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഈ കേസ് ഡിറ്റക്ട് ആകുന്നത്. നമ്മളുടെ ഒരു തൃശ്ശൂരിന്റെ സമീപ ജില്ലയിലാണ് ഈ കേസ് നടക്കുന്നത്. അപ്പൊ അവിടേക്ക് നമ്മൾ വൈകുന്നേരം ഇൻഫർമേഷൻ കിട്ടി ഉടനെ തന്നെ നമ്മൾ അവിടെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് എത്തുകയാണ്. അപ്പോൾ അസമയത്താണെങ്കിലും പലതരത്തിലുള്ള എവിഡൻസ്, നമ്മൾ പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാവുന്ന പല എവിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കത്തിക്കരിഞ്ഞ മൃതദേഹം എന്ന് പറയുമ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ILR അല്ലെങ്കിൽ ഇൻഫ്ലേമബിൾ ഫ്ലൂയിഡ് റെസിഡ്യൂ, കത്തിക്കാൻ കാരണമായിട്ടുള്ള വസ്തുക്കൾ, ഇത് ബാഷ്പീകരിച്ച് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ ഏത് സമയം അസമയം എന്നുള്ള ഒരു വേർതിരിവില്ലാതെ എത്രയും പെട്ടെന്ന് നമ്മൾ ക്രൈം സീനിൽ ചെന്ന് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ക്രൈം സീനിൽ എത്രയും പെട്ടെന്ന് എത്തുമ്പോഴേക്ക് നമ്മൾ ഏതാണ്ട് 8 മണിയുമായി. എന്നിരുന്നാലും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിന്റെ സഹായത്താലൊക്കെ ആയിട്ട് ആ സീൻ പരിശോധിച്ചു. അപ്പൊ അവിടെ നമുക്ക് കാണപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്, അവിടെ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയുടെ പുറത്ത് കുറച്ച് മഞ്ഞൾ പൊടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ബോഡി പാർട്ട് അതിന്റെ താഴെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് 3 സ്ഥലത്തായിട്ട് ബോഡി കാണുന്നു. അപ്പോൾ ഇത് ഒരു പെൺകുട്ടിയുടെ ശരീരമാണ്. കത്തിച്ച് കാണപ്പെട്ട ഒരു അവസ്ഥ, മഞ്ഞള്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ ചില സംശയങ്ങൾ അവർക്കുണ്ടായ ചില സംശയങ്ങളിൽ ചിലത് ഇതാണ്: ഇത് വല്ല പൂജയുടെ ഭാഗമാണോ? ഒരു പെൺകുട്ടിയുടെ ശരീരമാണല്ലോ കത്തിക്കരിഞ്ഞ് കാണപ്പെടുന്നത്, മഞ്ഞൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ എന്തായിരിക്കാം ഇതിന്റെ പിന്നിൽ, ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? അങ്ങനെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ബോഡി പാർട്ട് കിടന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്: ഇവിടെ മണ്ണെണ്ണയുടെ അംശം, കത്തിക്കാനായിട്ട് മണ്ണെണ്ണ ഉപയോഗിച്ചതായി നമുക്ക് സംശയമുണ്ട്. അപ്പോൾ മണ്ണെണ്ണയുടെ അംശം ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അതിന് ബാഷ്പീകരിച്ച് നഷ്ടം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ അത് ഇവാപറേറ്റീവ് ലോസ് ഒഴിവാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ പാക്കിംഗ് ആരംഭിച്ചു. അപ്പോൾ ഇവിടെ എങ്ങനെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ്, ഒരു ആർസൺ കേസ് ആണ് ഇത്. കാരണം ഒരു പെൺകുട്ടിക്ക് തനിയെ കത്തിക്കരിഞ്ഞ ഒരു സൂയിസൈഡൽ ഇൻസിഡന്റ് 3 സ്ഥലത്തായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യ ആണെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇവിടെ ആർസൺ കേസിലെ എവിഡൻസ് കളക്ഷൻ, ഇവാപറേറ്റീവ് ലോസ് ഒഴിവാക്കി ഇതിന്റെ ഒറിജിനിൽ നിന്ന് പോറസ് ആയിട്ടുള്ള ഐറ്റംസ് കളക്ട് ചെയ്ത് എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യലാണ് വേണ്ടത്. പോറസ് എന്ന് പറയുമ്പോൾ സുഷിരങ്ങളുള്ള ഐറ്റംസ്. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ
ബോഡി എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങളാണ് ഈ സുഷിരങ്ങളുള്ള ബോഡി ഇതിലെ റെമനൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം. അതിൽ തന്നെ സിന്തറ്റിക് ക്ലോത്ത്സ് ഉണ്ട്, കോട്ടൺ ക്ലോത്ത്സ് ഉണ്ട്. അതിൽ കോട്ടൺ ക്ലോത്ത്സിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതുപോലെ ബോഡിയുടെ അപ്പർ പാർട്ടിലുണ്ട്, ലോവർ പാർട്ടിലുണ്ടായിരിക്കും ക്ലോത്ത് മെറ്റീരിയൽസ്. അതിൽ ലോവർ പാർട്ടിന് പ്രിഫറൻസ് കൊടുക്കുക. കാരണം അപ്പർ പാർട്ടിലേത് ബാഷ്പീരിച്ച് നഷ്ടപ്പെടാനും കത്തി തീർന്നു പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ലോവർ പാർട്ടിൽ നമ്മൾ ക്ലോത്ത് റെമനൻസ് എയർ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തു. ദെൻ സോയിൽ ഇവിടെ ഒരു എവിഡൻസ് ആണ്. കാരണം സോയിലിലേക്ക് ഈ കത്തിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലൂയിഡ് വീണിട്ടുണ്ടെങ്കിൽ സോയിലും അബ്സോർബ് ചെയ്ത് അത് റിട്ടൈൻ ചെയ്യും. അപ്പൊ സോയിൽ സാമ്പിൾ ഇപ്രകാരം തന്നെ കളക്ട് ചെയ്തു. സോയിൽ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു മീഡിയത്തിലേക്കാണ് എവിഡൻസ് പടർന്നിട്ടുള്ളത്, ആ മീഡിയവുമായി ചേർന്നാണ് നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും ആ മീഡിയത്തിന്റെ ഒരു ബെയർ സാമ്പിൾ കൂടി കളക്ട് ചെയ്യണം. അതിന് കൺട്രോൾ സാമ്പിൾ എന്ന് പറയും. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയലിന്റെ ഒരു പാർട്ടാണ്. അവിടെ നമ്മൾ ഈ സോയിലിന്റെ ഒരു ഭാഗം കൺട്രോൾ ആയിട്ട്, അപ്പോൾ ഈ കൺട്രോൾ പാർട്ട് കളക്ട് ചെയ്യുമ്പോഴും അതിനും അതേ പ്രിക്കോഷൻ കൊടുക്കുക. മെയിൻ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തു, അതേ രീതിയിൽ തന്നെ ഈ കൺട്രോളും പാക്ക് ചെയ്യണം. അങ്ങനെ അത് നമ്മൾ പാക്ക് ചെയ്തു. അപ്പോൾ പിന്നീട് അപ്പൊ നമുക്ക് 2 ഐറ്റംസ് ആണ്, സോയില്, ക്ലോത്ത് ഐറ്റംസ്. ഇത് കൂടാതെ ഇനിയിപ്പോ നമുക്ക് റെലവന്റ് ആയിട്ട് തോന്നുന്നത് ഈ മഞ്ഞളിന്റെ അംശമാണ്. അപ്പൊ ഈ മഞ്ഞൾ സാധാരണഗതിയിൽ നമ്മൾ ക്രൈം സീനിൽ മുളക് പൊടി വിതർന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഡോഗിനെ മിസ്ഗൈഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ മഞ്ഞൾ വളരെ അപൂർവമായിട്ടാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു കേസിൽ മാത്രമാണ് അങ്ങനെ മഞ്ഞൾ സ്പ്രെഡ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. ഇത് 2ാമത്തെ കേസിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മഞ്ഞളിന്റെ ഒരു സാമ്പിൾ കോട്ടണിൽ സ്വാബ് ചെയ്ത് നമ്മൾ എടുത്തു. ഇത് എന്തിനു വേണ്ടിയാണ്? ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മഞ്ഞൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചില ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസ്, ഈ മഞ്ഞളിന്റെ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. ഇനി അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരാണ് ഈ സംശയിക്കുന്ന വ്യക്തി, അയാളുടെ വീട്ടിൽ നിന്ന് എടുത്ത മഞ്ഞളാണോ, അത് എവിടെ നിന്ന് വാങ്ങിയതാണോ, വീട്ടിൽ ഉണ്ടാക്കിയതാണോ, ഏതെങ്കിലും കടയിൽ നിന്നുള്ളതാണോ? കടയിൽ നിന്നുള്ളതാണെങ്കിൽ സമാനമായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഈ സാമ്പിളിലും അയാളുടെ വീട്ടിൽ ഇരുന്ന സാമ്പിളിലും ഉണ്ടോ? അത് ഈ പറയുന്ന സോഴ്സ് ലിങ്ക് ചെയ്യാനായിട്ട് സഹായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സംശയിക്കുന്ന ആളെ പിടിക്കുമ്പോൾ അയാളുടെ ബോഡിയിലോ വസ്ത്രങ്ങളിലോ ഈ മഞ്ഞളിന്റെ അംശം ഉണ്ടോ, അതും അന്വേഷിക്കണം. എനിവേ അതുകൊണ്ട് നമ്മൾ മഞ്ഞളിന്റെ സാമ്പിൾ 2 ആസ്പെക്റ്റിലേക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി മഞ്ഞളിന്റെ സാമ്പിളും കളക്ട് ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് അന്ന് ഈ കളക്ട് ചെയ്യാൻ 3 സ്ഥലത്തു നിന്ന് നമ്മൾ ഇതുപോലെ ബോഡി പാർട്ട് കണ്ട 3 സ്ഥലത്തു നിന്ന് സാമ്പിള് ശേഖരിച്ചു. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന്റെ എവിഡൻസ് കളക്ഷന്റെ ഭാഗം ഇവിടെ ഇന്നത്തേത് തീരുകയാണ്. ഇനിയുള്ളത് ഇൻവെസ്റ്റിഗേഷൻ, പോലീസ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അപ്പോൾ ആരായിരിക്കാം പെൺകുട്ടി, ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ആ പെൺകുട്ടിക്കുള്ള റിലേഷൻസ് എന്തൊക്കെയാണ്, ആരെയെങ്കിലും സംശയിക്കണോ, ഇങ്ങനെയുള്ള കാര്യത്തിലെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തി. അപ്പോൾ പിറ്റേ ദിവസം പോലീസ് ഒരു സസ്പെക്റ്റിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ആ തലേ രാത്രിയിൽ നടന്ന അവരുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അവർക്കൊരു സസ്പെക്റ്റിനെ കിട്ടി. സസ്പെക്റ്റ് ആകാൻ ഉള്ള കാരണം അയാൾ ഒരു വർക്ക്ഷോപ്പ് ഓണർ ആയിരുന്നു. ആ വർക്ക്ഷോപ്പിൽ വെച്ച് ഈ പെൺകുട്ടി സംസാരിച്ച് നിൽക്കുന്നതായിട്ട് ആരൊക്കെയോ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ അതാണ് അയാളെ സംശയിക്കാനുള്ള ഒരു ന്യായം. അപ്പോൾ അതിന്റെ പേരിൽ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലൊക്കെ നടത്തി. പക്ഷെ അയാൾ പറയുന്നു, എനിക്ക് ഈ പെൺകുട്ടിയൊക്കെ അറിയാം എന്നുള്ളതല്ലാതെ യാതൊരു ഈ അറിവും, ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു അറിവും ഇല്ല. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഇൻട്രോഗേഷൻ എന്ന് പറയുമ്പോൾ പ്രൈമറി ഇൻട്രോഗേഷൻ, സെക്കൻഡറി ഇൻട്രോഗേഷൻ, ടേർഷറി ഇൻട്രോഗേഷൻ, 3rd ഡിഗ്രി ഇൻട്രോഗേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള എല്ലാ ഇൻട്രോഗേഷൻ മെത്തേഡ്സും പോലീസിന് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഇൻട്രോഗേഷൻസ് ഒക്കെ നടത്തി, എല്ലാ ചോദ്യം ചെയ്യൽ രീതികളും നടത്തി കഴിഞ്ഞു. അപ്പൊ പിന്നീട് ഇവർക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാളുടെ ബോഡി, വസ്ത്രങ്ങള്, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും ട്രേസ് എവിഡൻസ് നമ്മുടെ ക്രൈം സീനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന. അവര് വേണ്ട രീതിയിലുള്ള പരിശോധനയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തി. പക്ഷെ അവർക്ക് ആ രീതിയിൽ ഒരു ക്ലൂവിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസം ഈ സസ്പെക്റ്റിന്റെ ദേഹപരിശോധനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അവൈലബിൾ ട്രേസ് എവിഡൻസ് ഉണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പിറ്റേന്ന് നമ്മൾ വീണ്ടും ആ കൃത്യസ്ഥലത്ത് അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. അപ്പൊ അവിടെ ഈ സസ്പെക്ട് ഉണ്ട്. ഇങ്ങനെ ഒരു സസ്പെക്റ്റിനെ കിട്ടിയാൽ നമ്മൾ എന്ത് പരിശോധനയാണ് നടത്തേണ്ടത്? നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ റയർ എവിഡൻസ് നമ്മൾ ക്രൈം സീനിൽ കണ്ടോ ആ എവിഡൻസിന്റെ ഒരു ഭാഗം ഇയാളിലുണ്ടോ. ഇയാളിലുണ്ടെങ്കിൽ അയാൾക്ക് ഈ കോണ്ടാക്ട് എക്സ്ചേഞ്ച് എന്ന പ്രിൻസിപ്പിൾ പ്രകാരം ഇയാൾക്ക് അതിൽ റോൾ ഉണ്ടാകാം എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സസ്പെക്റ്റിനെ പിടിക്കുമ്പോൾ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് എന്ന് പറയുമ്പോൾ അയാളുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ സീസ് ചെയ്യണം. അതിന് മാന്യമായ പ്രൈവസി അലൗ ചെയ്തുകൊണ്ട് അയാൾക്ക് വേറെ ഡ്രസ്സൊക്കെ കൊടുത്ത് അയാളെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ തറയിൽ സ്പ്രെഡ് ചെയ്ത് അതിൽ നിർത്തി വേണം ഇത് റിമൂവ് ചെയ്ത് വാങ്ങാൻ. എന്തിനു വേണ്ടി?
എന്തെങ്കിലും ഫോളൺ മെറ്റീരിയൽ, നാച്ചുറലി ഫോളൺ അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് അയാളുടെ ഡ്രസ്സിലുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ താഴെ വീണ് നമുക്ക് ഈ പേപ്പറിൽ കിട്ടണം. അപ്പൊ അതില് ഇവിടെ ഒരു പെൺകുട്ടിയുടെ മരണമാണ്, നമുക്ക് സംശയിക്കാവുന്നത് വല്ല ഹെയർ എവിഡൻസ് ഉണ്ടോ, ഫൈബർ എവിഡൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഈ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ ക്രൈം സീനിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പരിശോധനയ്ക്ക് എത്തുമ്പോഴേക്കും ഇയാളുടെ ഡ്രസ്സ് എല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥര് വേണ്ട രീതിയിൽ സീസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിൽ പക്ഷേ അത് നമ്മൾ വീണ്ടും പരിശോധിച്ചു. അതിൽ ഈ പറയുന്ന മണ്ണെണ്ണയുടെയോ മഞ്ഞളിന്റെയോ അംശം എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പരിശോധിച്ചിട്ട് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഇതൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഇനി വിശദമായിട്ടുള്ള ലബോറട്ടറി ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ സീസ് ചെയ്തു, പാക്ക് ചെയ്തു. ഇനി അടുത്തത്, ഇയാളുടെ ദേഹത്ത് ഈ പെൺകുട്ടി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മണ്ണെണ്ണയുടെ അംശം ഇയാൾക്ക് ഇതിൽ റോൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ മണ്ണെണ്ണയുടെ അംശം ഇയാളുടെ ബോഡിയിൽ ഉണ്ടായേക്കാം. അപ്പൊ അതിനുവേണ്ടി ഇയാളിൽ നിന്ന് നമ്മൾ സ്വാബുകൾ ഒക്കെ എടുത്ത് പരിശോധിച്ചു. സ്വാബ് എന്ന് പറഞ്ഞാൽ കോട്ടണിൽ നമ്മൾ ജസ്റ്റ് കോട്ടൺ ഉപയോഗിച്ച് അയാളുടെ ദേഹത്ത് ഒന്ന് റബ്ബ് ചെയ്തിട്ട് അതിൽ ഈ മണ്ണെണ്ണയുടെ അംശം ഉണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തു പല ഭാഗത്തു നിന്ന്. ഇയാളുടെ നെയിൽ ക്ലിപ്പിംഗ്സ് വരെ എടുത്ത് അങ്ങനെ നമ്മൾ പരിശോധിച്ചു. പക്ഷെ നമുക്കൊരു ക്ലൂവും കിട്ടിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇയാളെ ന്യായമായിട്ട് സംശയിക്കാവുന്ന ഒരു ക്ലൂവും പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് കിട്ടിയില്ല, നമ്മുടെ ചോദ്യം ചെയ്യലിലും കാണുന്നില്ല, നമ്മുടെ അന്വേഷണത്തിലും കാണുന്നില്ല. നമ്മൾ പ്രതിയെ ചോദ്യം ചെയ്യുകയല്ല, ജസ്റ്റ് ഒരു പരിശോധന മാത്രമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അയാളുടെ കയ്യിലൊരു ചരട് കെട്ടിയ നിലയിൽ കാണുന്നുണ്ട്. അപ്പൊ അത് പൂജയൊക്കെ നടത്തി ഇങ്ങനെ ആൾക്കാര് ചരടൊക്കെ കിട്ടുന്ന രീതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു നല്ല അബ്സോർബന്റ് ആണ്. ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിന്റെ അംശം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ അബ്സോർബ് ചെയ്ത് റീറ്റെയിൻ ചെയ്യും. ഇയാൾ എങ്ങാനും പ്രതിയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പോലീസ് പിടിക്കുമ്പോഴേക്ക് അയാൾ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ സ്റ്റെപ്സും എടുത്തിരിക്കും. അയാളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ പ്രോപ്പർ വേയിൽ കളക്ട് ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. അയാൾ നന്നായിട്ട് ദേഹമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടാവും, കുളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ദേഹത്തു നിന്നൊന്നും കിട്ടാനുള്ള സാധ്യത അങ്ങനെയും ഇല്ല. അല്ലെങ്കിൽ അയാൾ ഇന്നസെന്റ് ആണെങ്കിൽ അങ്ങനെയും സാധ്യത ഇല്ല. ഇപ്പൊ ഇയാളുടെ കയ്യിലൊരു ചരട് കാണുന്നുണ്ട്. അപ്പൊ ഈ ചരട് സെക്രട്ട് ത്രെഡ് ആണ്. ഇതിന്റെ പരിശോധന അല്ലെങ്കിൽ ഇതിനെ ടച്ച് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മുടെ SIയോട് പറഞ്ഞു ഇതിന്റെ ഒരു നൂല് നമുക്ക് കിട്ടിയാൽ തിരക്കേടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു നൂല് സംഘടിപ്പിച്ചു തന്നു. ആ നൂല് സ്മെല് ചെയ്യുമ്പോൾ അതിലൊരു നേരിയ ഈ പറയുന്ന മണ്ണെണ്ണയുടേതായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ ഇയാളെ സയന്റിഫിക് ആയിട്ടൊന്ന് ഇൻട്രോഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ ഇയാള് വർക്ക്ഷോപ്പ് ഓണറാണ്. ഇയാൾക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട് ഉത്തരം പറയാനായിട്ട്. ഞാൻ വർക്ക്ഷോപ്പ് ഓണറാണ്, ഞാൻ അവിടെ മണ്ണെണ്ണ, പെട്രോള്, തിന്നർ, അസറ്റോൺ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്ന ആളാണ്, അങ്ങനെയൊക്കെ ഒരു പക്ഷേ ഉണ്ടായേക്കാം എന്ന് വേണമെങ്കിൽ. എങ്ങനെ മണ്ണെണ്ണ വന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉത്തരം പറയാൻ ഇയാൾക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഇയാൾക്ക് പറയാം എനിക്കറിഞ്ഞുകൂടാ. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഓപ്ഷൻസ് പലതുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു സയന്റിഫിക് ഇൻട്രോഗേഷൻ ടൂൾ നമ്മൾ പകർന്നു കൊടുത്തു. ഇയാളെ വേണമെങ്കിൽ എങ്ങനെയാണ് മണ്ണെണ്ണ വന്നത് എന്നുള്ളത് ഒന്ന് ചോദിക്കാം, തെറ്റില്ല. അയാൾക്ക് ഉത്തരം പറയാൻ ഇതുപോലെ ന്യായമായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ യാതൊരുവിധ തേർഡ് ഡിഗ്രി മെഷേഴ്സും ഇല്ല. ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ, അത് നമുക്കൊരു സംശയം തീർക്കുന്നതിന് വേണ്ടി അയാളോട് ഒരു ചോദ്യം നമ്മൾ ചോദിക്കുന്നു, അത്രയും മാത്രം. ഈ ചോദ്യം നമ്മളുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ കയ്യില് മണ്ണെണ്ണയുടെ അംശം വന്നത്. അയാൾക്ക് പറയാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ മറികടന്ന് നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പെൺകുട്ടിയെ അയാൾക്കറിയാം, അവർ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു, അവർ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു, ഏതാണ്ട് അവർ തമ്മിൽ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് അടുപ്പമൊക്കെ വളർന്നായിരുന്നു. പക്ഷേ ഇയാൾക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു താല്പര്യമില്ല. ഇതിനോടകം ഇയാൾക്ക് കല്യാണം വന്നു, വേറെ ആലോചന വന്നു. ഈ പെൺകുട്ടിയാണെങ്കിൽ ഓൾറെഡി മാരീഡ് ആണ്, ഡൈവോഴ്സിയാണ്, ഒരു കുട്ടിയും ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ഒഴിവാക്കൽ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വളരെ കാര്യമായിട്ട് അവർ രണ്ടുപേരും കൂടെ ഈ കാട്ടിൽ പോയി അവിടെ ചെന്ന് ഇയാള് ഷോൾ ഉപയോഗിച്ച് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ സ്ട്രാങ്കുലേറ്റ് ചെയ്ത് പെൺകുട്ടിയെ കൊന്നു. ആ കാട്ടിൽ ഉപേക്ഷിച്ചു. ദെൻ അയാള് കടയിൽ പോയി മണ്ണെണ്ണ വാങ്ങി. രണ്ടാമത്തെ തെളിവ് വരികയാണ്. അയാൾ ഏത് കടയിൽ പോയി മണ്ണെണ്ണ വാങ്ങി, കടക്കാരനെ നമുക്ക് സാക്ഷിയാക്കാം. അങ്ങനെ മണ്ണെണ്ണ കൊണ്ടുവന്ന് അവിടെ ഒഴിച്ച് കത്തിച്ചു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അയാൾ തിരിച്ചു പോരുന്നു. രാത്രിയിൽ ഒരു 2 മണിയായപ്പോൾ അയാൾക്കൊരു സംശയം, അത് മുഴുവൻ കത്തിത്തീർന്നോ, അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ വല്ല വർക്കേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായേക്കാം. അങ്ങനെ അയാൾ രാത്രി 2 മണിക്ക് വീണ്ടും എഴുന്നേറ്റ് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കത്തിത്തീർന്നിട്ടില്ല.
അപ്പൊ അത് ഈ പ്രോബ്ലം ആകും, ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യും എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ട് ഈ കത്തിയ ശരീരം അയാൾ ഡ്രാഗ് ചെയ്ത് കുറച്ച് അകലെയുള്ള 2 പാറകളുടെ ഇടയിലുള്ള ഒരു ക്ലപ്റ്റ് പോലെയുള്ള ഒരു ഭാഗമുണ്ട്, അവിടെ കൊണ്ട് ഇടാനായിട്ട് ഡ്രാഗ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രാഗ് ചെയ്തപ്പോൾ ഈ മെയിൻ ബോഡി പാർട്ട്, സെൻട്രൽ പാർട്ട് എല്ലാം കത്തിപ്പോയത് കൊണ്ട് ശരീരഭാഗങ്ങൾ വിട്ടുവിട്ടു പോയി. ഇതാണ് ബോഡി 3 സ്ഥലത്തായിട്ട് കാണപ്പെടാൻ കാരണമായതെന്ന് അയാൾ സമ്മതിക്കുന്നു. ദെൻ മഞ്ഞൾ പൊടി, ക്രൈം സീനിൽ ഈ മഞ്ഞൾ, അയാളുടെ വീട്ടിലെ മഞ്ഞളാണ് അവിടെ സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ ഇതെന്താണ് ഈ ക്രൈം സീനിൽ മഞ്ഞൾ പൊടി ഇടാൻ ഉണ്ടായ കാരണം എന്ന് ചോദിച്ചപ്പോൾ അയാൾ തന്ന ഉത്തരവും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അയാൾ പറഞ്ഞത് ഇതാണ്, സിമ്പിൾ. അത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഹിന്ദി ഫിലിമില് പ്രതി ക്രൈം സീനിൽ മഞ്ഞൾ ഇടുന്നതാണ് ഞാൻ കണ്ടത്, അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ആ ഇമിറ്റേഷൻ തിയറിയുടെ പ്രസക്തി ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തിൽ ഇനീഷ്യൽ തലത്തിൽ നമ്മൾ എന്തെല്ലാം സംശയിച്ചു, പൂജയാണോ അങ്ങനെയാണോ എന്തെല്ലാം ഒക്കെ ആയി ഈ പെൺകുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ സംശയിച്ചു. പക്ഷെ ഇതാ ഏറ്റവും അവസാനം ആ ഒരു കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സ്മെല്ലിൽ നിന്ന് നമുക്ക് എല്ലാം റിവീൽഡ് ആവുകയാണ്. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഈ കുറ്റസമ്മതം കൂടാതെ ഇയാളെ മണ്ണെണ്ണ ഒഴിക്കുന്നതിന് വേണ്ടി പോയ സ്ഥലം, മണ്ണെണ്ണ വാങ്ങിയ ബില്ല്, ആ കടക്കാരനെ സാക്ഷിയാക്കല്, ഇങ്ങനെയൊക്കെയുള്ള ഈ കേസ് തെളിയിക്കുന്നതിനുള്ള എല്ലാ എവിഡൻസും നമുക്ക് കിട്ടി. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ വളരെ മൃഗീയമായ കൊലപാതകം നമുക്ക് ആ ഒരു കയ്യിൽ നിന്ന്, ഒരു സംശയിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ സ്മെല്ലിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്രൈംസിനും നമുക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ പ്രതിയിൽ നിന്നും പ്രസക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടും.